കിംസ് ഹെൽത്ത് ഹോസ്പിറ്റൽ അവതരിപ്പിക്കുന്നു 4PM ന്യൂസ് ബഹ്റിൻ അപ്ഡേറ്റ്. സപ്പോർട്ടഡ് ബൈ ലുലു ഇന്റർനാഷണൽ എക്സ്ചേഞ്ച്, അൽ ഹിലാൽ ഹോസ്പിറ്റൽ ആൻഡ് മെഡിക്കൽ സെന്റേഴ്സ്, ചെമ്മണ്ണൂർ ജ്വല്ലേഴ്സ്, ഗോൾഡ് സിറ്റി, മനാമ. നമസ്കാരം. ഇന്ന് 2025 ഫെബ്രുവരി 20 വ്യാഴാഴ്ച. 4PM ന്യൂസ് ബഹ്റിൻ അപ്ഡേറ്റിലേക്ക് സ്വാഗതം. റോയൽ ഹ്യൂമാനിറ്റേറിയൻ ഫൗണ്ടേഷൻ സ്പോൺസർ ചെയ്യുന്ന എല്ലാ കുടുംബങ്ങൾക്കും റമദാൻ സഹായങ്ങൾ വിതരണം ചെയ്യാൻ നിർദ്ദേശം നൽകി ബഹ്റിൻ രാജാവ്. വിശുദ്ധ റമദാൻ മാസത്തിൽ അർഹരായ കുടുംബങ്ങൾക്ക് അവരുടെ ആവശ്യങ്ങൾ നിറവേറ്റുന്നതിനുള്ള സാധനങ്ങൾ സമയബന്ധിതമായി വിതരണം ചെയ്യാൻ ആവശ്യമായ എല്ലാ നടപടികളും സ്വീകരിക്കാനാണ് നിർദ്ദേശം. റമദാന് മുന്നോടിയായി അർഹരായ കുടുംബങ്ങളെ സഹായിക്കാനുള്ള ബഹ്റിൻ്റെ പ്രതിജ്ഞാബദ്ധതയെയും ഉദാരമായ കരുതലിനും ഹ്യൂമാനിറ്റേറിയൻ വർക്ക്സ് ആൻഡ് യൂത്ത് അഫയേഴ്സ് പ്രതിനിധി ഷെയ്ഖ് നാസർ ബിൻ ഹമദ് അൽ ഖലീഫ നന്ദി രേഖപ്പെടുത്തി. ബഹ്റൈനിലെ തകർന്നു വീഴാനായതും കാലപ്പഴക്കം ചെന്നതുമായ കെട്ടിടങ്ങളിൽ പരിശോധനയ്ക്കും അറ്റകുറ്റപ്പണികൾക്കും സ്പെഷ്യൽ ടാസ്ക് ഫോഴ്സിനെ നിയമിക്കാനുള്ള നിർദ്ദേശത്തിന് പാർലമെന്റ് അംഗീകാരം നൽകി. അപകടമുണ്ടാകാൻ സാധ്യതയുള്ള കെട്ടിടങ്ങൾ കണ്ടെത്തി ഉടമസ്ഥർക്ക് അവബോധം നൽകുക എന്നതാണ് നിർദ്ദേശത്തിന്റെ ലക്ഷ്യം. പഴക്കം ചെന്ന കെട്ടിടങ്ങളും വീടുകളും തകർന്നു വീഴുമെന്ന ആശങ്ക വർദ്ധിച്ച സാഹചര്യത്തിലാണ് പുതിയ നിർദ്ദേശവുമായി എംപിമാർ രംഗത്തെത്തിയത്. ഭവന മന്ത്രാലയം, മുനിസിപ്പാലിറ്റി കാര്യ മന്ത്രാലയം, ആഭ്യന്തര മന്ത്രാലയം എന്നിവയിലെ ഉദ്യോഗസ്ഥരെയും സിവിൽ സൊസൈറ്റി പ്രതിനിധികളെയും സർട്ടിഫൈഡ് എഞ്ചിനീയർമാരെയും ഉൾപ്പെടുത്തിയിട്ടുള്ള മൾട്ടി ഏജൻസി ടാസ്ക് ഫോഴ്സിനെയാണ് എംപിമാരായ ഖാലിദ് ബുഐനത്ത്, സൈനബ് അബ്ദുൽ അമീർ, ഹിഷാം അൽ അവാദി, മുഹമ്മദ് അൽ മറാഫി, വാലിദ് അൽ ദോസരി എന്നിവർ ആവശ്യപ്പെട്ടത്. മലയാളത്തിൻ്റെ 80കൾ ആഘോഷമാക്കി ബഹ്റിൻ കേരളീയ സമാജം ഒരുക്കുന്ന 80ഓളം എന്ന രുചിമേള നാളെ വൈകിട്ട് 6 മണി മുതൽ 11 മണി വരെ സമാജം ഡയമണ്ട് ജൂബിലി ഹാളിൽ അരങ്ങേറും. 80കൾ എന്ന തീമിൽ ഒരുക്കുന്ന പരിപാടിയിൽ ഗൃഹാതുരത്വമുണർത്തുന്ന പഴയകാല വസ്ത്രരീതിയും സ്റ്റാളുകളും പാട്ടുകളും ഫ്ലാഷ് മോബും ഉൾപ്പെടുത്തുമെന്ന് സമാജം പ്രസിഡന്റ് PV രാധാകൃഷ്ണപിള്ള, ജനറൽ സെക്രട്ടറി വർഗീസ് കാരയ്ക്കൽ എന്നിവർ അറിയിച്ചു. കേരളീയ സമാജത്തിൽ കഴിഞ്ഞ ഒരു മാസമായി നടന്നുവരുന്ന കേരളോത്സവം 2025 ഭാഗമായി നടക്കുന്ന പരിപാടിയിൽ പങ്കെടുക്കാൻ ഏവരെയും ക്ഷണിക്കുന്നതായി സമാജം ഭാരവാഹികൾ അറിയിച്ചു. ഫൺ ഗെയിംസ്, സർപ്രൈസ് ഗിഫ്റ്റുകൾ, 80കളിലെ വസ്ത്രത്തിൽ വരുന്നവർക്ക് സമ്മാനങ്ങൾ എന്നിങ്ങനെയുള്ള ആകർഷണങ്ങൾ പരിപാടിയുടെ ഭാഗമായി ഒരുക്കിയിട്ടുണ്ട്. ഫ്രണ്ട് സോഷ്യൽ അസോസിയേഷൻ നടത്തുന്ന തണലാണ് കുടുംബം എന്ന ക്യാമ്പയിൻ്റെ ഭാഗമായി റിഫ ഏരിയ കപ്പിൾസ് മീറ്റ് സംഘടിപ്പിച്ചു. ദിശ സെന്ററിൽ നടന്ന പരിപാടിയിൽ അലി അഷ്റഫ് പങ്കെടുത്തവരുമായി സംവദിച്ചു. ഏരിയ പ്രസിഡന്റ് മൂസ കെ ഹസൻ അധ്യക്ഷത വഹിച്ച പരിപാടിയിൽ ഉബൈസ് പ്രാർത്ഥന ആലപിച്ചു. അഹമ്മദ് റഫീഖ് സമാപന പ്രസംഗം നടത്തി. നജാഖ്, ഹാരിസ് അഷ്റഫ്, ബഷീർ, ഷുഹൈൽ തുടങ്ങിയവർ പരിപാടിക്ക് നേതൃത്വം നൽകി. ഈ വാലന്റൈൻസ് ദിനത്തിൽ ചെമ്മണ്ണൂർ ജ്വല്ലേഴ്സ് ബഹ്റൈൻ നിങ്ങൾക്കായി നൽകുന്നു സ്പെഷ്യൽ ഓഫറുകൾ. 22 കാരറ്റ് ആഭരണങ്ങൾക്ക് പണിക്കൂലി 3.3% മുതൽ 21 കാരറ്റ് 18 കാരറ്റ് ആഭരണങ്ങൾക്ക് പണിക്കൂലിയിൽ 25% വരെ കിഴിവ്. ഡയമണ്ട് ആഭരണങ്ങൾക്ക് 50% വരെ വിലക്കിഴിവ്. ഇന്ന് തന്നെ സന്ദർശിക്കൂ ചെമ്മണ്ണൂർ ജ്വല്ലേഴ്സ്, ഗോൾഡ് സിറ്റി, മനാമ, ബഹ്റൈൻ. ബഹ്റൈനിലെ ഇന്നത്തെ മണി എക്സ്ചേഞ്ച് നിരക്കുകൾ നിങ്ങൾക്കായി നൽകുന്നു ലുലു എക്സ്ചേഞ്ച് ബഹ്റൈൻ. വിഷമിക്കണ്ട, എല്ലാം ശരിയാവും. ലുലു മണി, സ്നേഹപൂർവ്വം.
വോയിസ് ഓഫ് ആലപ്പി റിഫ ഏരിയ കമ്മിറ്റി സൗജന്യ മെഡിക്കൽ ക്യാമ്പും റിഫ ഏരിയ പ്രവർത്തനോദ്ഘാടനവും സംഘടിപ്പിച്ചു. റിഫയിലെ അൽ ഹിലാൽ ഹോസ്പിറ്റലുമായി സഹകരിച്ച് സംഘടിപ്പിച്ച ക്യാമ്പിൽ 200 പേർ പങ്കെടുത്തു. ഏരിയ പ്രസിഡന്റ് പ്രസന്നകുമാറിന്റെ അധ്യക്ഷതയിൽ നടന്ന യോഗത്തിൽ ഏരിയ സെക്രട്ടറി ജയൻ കെ നായർ സ്വാഗതം പറഞ്ഞു. വോയിസ് ഓഫ് ആലപ്പി രക്ഷാധികാരിയും സാമൂഹിക പ്രവർത്തകനുമായ KR നായർ ക്യാമ്പ് ഉദ്ഘാടനം ചെയ്തു. കലാകാരനും അധ്യാപകനുമായ സന്തോഷ് പോരുവഴി വോയിസ് ഓഫ് ആലപ്പി റിഫ ഏരിയ കമ്മിറ്റിയുടെ 2025-26 വർഷത്തേക്കുള്ള പ്രവർത്തനോദ്ഘാടനം നിർവഹിച്ചു. തുടർന്ന് വോയിസ് ഓഫ് ആലപ്പി പ്രസിഡന്റ് സിബിൻ സലീം, ജോയിന്റ് സെക്രട്ടറി ഗിരീഷ് കുമാർ, ട്രഷറർ ബോണി മുളപ്പാമ്പള്ളിൽ, വൈസ് പ്രസിഡന്റ് അനൂപ് ശശികുമാർ, എന്റർടൈൻമെന്റ് സെക്രട്ടറി ദീപക് തണൽ, ചാരിറ്റി വിംഗ് സെക്രട്ടറി അജിത് കുമാർ, മെമ്പർഷിപ്പ് സെക്രട്ടറി സന്തോഷ് ബാബു, സ്പോർട്സ് വിംഗ് കൺവീനർ ഗിരീഷ് ബാബു, ഏരിയ ജോയിന്റ് സെക്രട്ടറി അജീഷ്, അൽ ഹിലാൽ ഹോസ്പിറ്റൽ കോർഡിനേറ്റർ ഉണ്ണികൃഷ്ണൻ എന്നിവർ ആശംസകൾ നേർന്നുകൊണ്ട് സംസാരിച്ചു. ലേഡീസ് വിംഗ് ചീഫ് കോർഡിനേറ്റർ രശ്മി അനൂപ് ചടങ്ങിൽ അവതാരികയായിരുന്നു. റിഫ ഏരിയ ട്രഷറർ അനുരാജ് നന്ദി രേഖപ്പെടുത്തി. തർബിയ ഇസ്ലാമിക് സൊസൈറ്റിയുടെ നേതൃത്വത്തിൽ അൽമനായി കമ്മ്യൂണിറ്റീസ് അവയർനെസ് സെന്റർ ഉമ്മൽ ഹസം കിങ് ഖാലിദ് മസ്ജിദിനോട് ചേർന്നൊരുക്കുന്ന റമദാൻ ടെന്റിന്റെ ഉദ്ഘാടനം നാളെ രാത്രി ഇശാ നമസ്കാരത്തിന് ശേഷം നടക്കുമെന്ന് ഭാരവാഹികൾ അറിയിച്ചു. തുടർന്ന് നടക്കുന്ന അഹ്ലൻ റമദാൻ പ്രഭാഷണ പരമ്പരയിൽ റമദാനിനൊരുങ്ങുമ്പോൾ എന്ന വിഷയത്തെ ആസ്പദമാക്കി അബ്ദുൽ ജബ്ബാർ അൽ മദീനി നടത്തുന്ന പ്രഭാഷണം ഉണ്ടായിരിക്കുന്നതാണ്. വിശാലമായ പാർക്കിംഗ് സൗകര്യവും സ്ത്രീകൾക്കും കുട്ടികൾക്കും പ്രത്യേക സൗകര്യവും ഏർപ്പെടുത്തിയിട്ടുണ്ട്. ബഹ്റിൻ കായിക ദിനത്തോടനുബന്ധിച്ച് ബഹ്റിൻ ശ്രീനാരായണ കൾച്ചറൽ സൊസൈറ്റിയുടെ ആഭിമുഖ്യത്തിൽ കൂട്ടനടത്തം സംഘടിപ്പിക്കുന്നു. നാളെ രാവിലെ 9 മണിക്ക് ബഹ്റിൻ മറീന ഡോൾഫിൻ പാർക്കിൽ ബഹ്റിൻ സാമൂഹിക വികസന മന്ത്രാലയം പ്രതിനിധി ആമിന അൽ ജാസിം പരിപാടി ഔപചാരികമായി ഉദ്ഘാടനം ചെയ്യും. തുടർന്ന് 200-ലേറെ പേർ പങ്കെടുക്കുന്ന 5 കിലോമീറ്റർ നടത്തം ഉണ്ടായിരിക്കുമെന്ന് സംഘാടകർ അറിയിച്ചു. കൂടുതൽ വിവരങ്ങൾക്കായി 39605002 എന്ന നമ്പറിൽ ബന്ധപ്പെടേണ്ടതാണ്.